ചിത്രം വരയ്ക്കാൻ അറിയാത്തവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബോട്ടിൽ ആർട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്. കൂടാതെ തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതുമാണ്. പടം വരയ്ക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് ഇനി ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു ചെറിയൊരു മനസ്സിനകത്തൊരു ശ്രദ്ധ വെച്ചാൽ വളരെ ഈസി ആയിട്ട് തന്നെ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് വളരെ സിമ്പിൾ ബോട്ടിൽ ആർട്ടാണ്. ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും പോയാലോ? സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ റംസാനിയ. ഞാനൊരു സിമ്പിൾ ബോട്ടിൽ ആർട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്. അത് നിങ്ങളുടെ കയ്യിൽ ബ്രഷിൻ്റെ ആവശ്യം തന്നെ വേണ്ട. നിങ്ങളുടെ കയ്യിൽ കുറച്ച് പെയിൻ്റ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ട എന്തൊക്കെ സാധനങ്ങളാണെന്ന് ഞാൻ പറയാം. ബഡ്സ് വേണം, പിന്നെ പെൻസിൽ വേണം, പിന്നെ നമ്മുടെ ഈ പല്ല് കുത്താനൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റിക്ക് അത് വേണം. ഇത്രയും സാധനങ്ങൾ മാത്രം മതി നമുക്ക് ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യുന്നതിന്. ഈ ഒരു ബോട്ടിൽ ആർട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും, വളരെ ഈസിയാണ്. കൂടാതെ തന്നെ നമ്മുടെ പെൻസിൽ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആദ്യമേ തന്നെ ബോട്ടിൽ ഞാൻ പെയിൻറ്റ് ചെയ്ത് ഉണക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെയിൻ്റ് അടിയുടെ ആവശ്യം തന്നെയൊന്നും വന്നില്ല. ഈ ഒരു ബോട്ടിലെന്ന് പറയുന്നത് ഞാൻ വൈൻ ബോട്ടിലാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇതേപോലെ വൈൻ ബോട്ടിലിൻ്റെ കൂട്ടുള്ള സ്ക്വാഷ് ബോട്ടിലൊക്കെ കിട്ടാനുണ്ട്. അതൊക്കെ വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്ക് പിന്നെ നമ്മുടെ ബഡ്സിലേക്ക് കുറച്ച് പെയിൻ്റൊക്കെ ചേർത്തിട്ട് ഒന്ന് ഡ്രൈ ആവാനായിട്ട് മാറ്റി വെക്കാം. അതായത് ഡ്രൈ ആവുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പെൻസിലിൻ്റെ കൂർത്ത മുന പോലെ ആക്കി എടുക്കണം. അങ്ങനെ അതാകുമ്പോൾ ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് അത് അങ്ങനെ ആയിട്ട് നമുക്ക് കിട്ടും. വെച്ചിട്ട് വേറൊരു ടെക്നിക്കുണ്ട്, അത് വഴിയേ നിങ്ങളെ കാണിച്ചു തരാം. അങ്ങനെ അത് ഞാൻ തേച്ചെല്ലാം വെച്ച് കഴിഞ്ഞു. എൻ്റെ കൈകൾ കാണുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ പെയിൻറ്റുമായിട്ടുള്ളൊരു കളിയാണ്. അതുകൊണ്ട് അതിനകത്ത് കയ്യിലൊക്കെ പറ്റാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അതാ ഞാൻ പെൻസിൽ എടുത്തേക്കുന്ന പെൻസിലിലേക്ക് കുറച്ച് മഷി നമ്മുടെ പെൻസിലിൻ്റെ അടിഭാഗത്ത് വെച്ചിട്ട് മുക്കിയിട്ട് വേണം തേക്കേണ്ടത്. അത് കറക്റ്റ് റൗണ്ട് രീതിയിൽ തന്നെ കിട്ടും. നിങ്ങൾക്ക് ഞാൻ ഈ പെൻസിലിൻ്റെ അടിഭാഗത്ത് ഈ റബ്ബർ ഉള്ളതാകുമ്പോൾ നല്ല ഫിനിഷായിട്ട് കിട്ടും. എൻ്റെ കയ്യിൽ റബ്ബർ ഉള്ളതല്ലായിരുന്നു, ഞാൻ സാധാരണയായിട്ടുള്ളതാണ് എടുത്തത്. അതുകൊണ്ട് കുറച്ച് ഇങ്ങനെ കറക്റ്റാക്കി കൊടുക്കേണ്ട ഒരു ആവശ്യം വന്ന്. പിന്നെ അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് ഡോട്ട് ഇടുന്നത് നമ്മുടെ പല്ല് കുത്താൻ ഉപയോഗിക്കുന്ന സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് അടുത്ത ഡോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. വളരെ ചെറിയ ഡോട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. കാര്യം ശ്രദ്ധിക്കണം, പെയിൻറ്റ് നിങ്ങൾ കൂടുതലായിട്ട് എടുക്കാൻ പാടില്ല. നമുക്ക് ആവശ്യത്തിന് മാത്രം എടുക്കാവുള്ളൂ. ഞാൻ അടുത്ത പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത് വൈറ്റും ബ്ലൂ കളറും മിക്സ് ചെയ്തിട്ടാണ്. അത് നമ്മുടെ കുത്താൻ ഉപയോഗിക്കുന്ന സ്റ്റിക്കിൻ്റെ ബാക്ക് ഭാഗം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ 4 ഭാഗത്തായിട്ട് 4 ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ചുറ്റിനും നമ്മൾ ഡോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ അത്രയും അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ അടുത്തത് ബ്ലൂ കളറും, അതായത് കടുത്ത ബ്ലൂ കളറും വൈറ്റ് കളറൂടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു സ്കൈ ബ്ലൂ കളറാക്കി എടുക്കുകയാണ് ഞാൻ. ഡെപ്പയും സ്കൈ ബ്ലൂ കളർ തന്നെയാണ്. നമ്മൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മുടെ ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഒട്ടിച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ പെയിൻറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ 4 ഭാഗത്തായിട്ട് ആദ്യമേ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അത് നമുക്കൊരു കറക്റ്റ് റൗണ്ട് കിട്ടുന്നതിന് വേണ്ടിയാണ്. പിന്നെ അതിൻ്റെ ചുറ്റിനുമായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്ത ഡോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻ കളറിൻ്റെ ഡോട്ടാണ്. ഞാൻ ഡയറക്റ്റ് ഇതിൽ നിന്ന് തന്നെ എടുത്താണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ വേസ്റ്റായി പോകും. നമ്മൾ ആവശ്യത്തിന് മാത്രം എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ അടുത്ത റൗണ്ടിന് വേണ്ടി ഗ്രീൻ കളറും ബ്ലൂ കളറൂടെ മിക്സ് ചെയ്തിട്ട് വേറൊരു കളറാക്കി എടുക്കുകയാണ്. പിന്നെ അതും ഇതേപോലെ തന്നെ നമുക്ക് ഡോട്ട് ഇട്ട് കൊടുക്കാം. നല്ല ശ്രദ്ധ വേണം. നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്തടുത്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഡിസ്റ്റൻസ് വെക്കാതെ നിന്ന് ചെയ്യുവാണെങ്കിലും ഡിസ്റ്റൻസ് വെച്ച് ചെയ്യുവാണെങ്കിലും നല്ല ഭംഗി തന്നെയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം എങ്ങനെയാണോ അതേപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞാൻ ആ റൗണ്ട് മൊത്തം ക്ലിയർ ചെയ്ത് കഴിഞ്ഞ്. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളർ വേണമെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കോമ്പിനേഷനും വരണം. അങ്ങനെ ആകുമ്പോഴേ നമ്മൾ ചെയ്യുന്ന ഒരു ബോട്ടിൽ ആർട്ടിന് നല്ലൊരു ഭംഗി വരാനൊക്കെയുള്ള ചാൻസ് വരത്തുള്ളൂ. പിന്നെ നമ്മുടെ അടുത്ത ആ ഒരു കളർ ചെറിയ നമ്മൾ നേരത്തെ ചെയ്ത ബ്ലൂ കളറും വൈറ്റ് കളറും മിക്സ് ചെയ്തില്ലയോ, അത് നമ്മുടെ പല്ല് കുത്താൻ ഉപയോഗിക്കുന്ന സ്റ്റിക്കിൻ്റെ ചെറിയ ഭാഗം വെച്ചിട്ട് നമുക്ക് ഡോട്ട് ഇട്ട് കൊടുക്കണം. ഞാൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതേപോലെ തന്നെ ഡോട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. അത് എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് നമുക്ക് കാണുമ്പോൾ തന്നെ ബോട്ടിലിന്.
മൊത്തവും ഭാഗത്തും ഇട്ട് കൊടുക്കണം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയത്തില്ല, നമ്മൾ ഈ സഞ്ചാരം മറ്റുള്ള ചാനലിലൊക്കെ, ട്രാവൽ ചാനലിലൊക്കെ, തായ്ലാൻഡിലൊക്കെ പാത്രങ്ങളിൽ ഇതേപോലുള്ള വർക്കുകളാണ് അവർ ചെയ്യുന്നത്. വളരെ മനോഹരമായ ഒരു വർക്കാണ്. നമ്മൾ ചെയ്യുന്നത് ബോട്ടിൽ പെയിൻ്റാണ്, പക്ഷേ അല്ലെങ്കിൽ അതൊക്കെ പെർമനൻറ്റ് പെയിൻറ്റിങ്ങിനകത്തൊക്കെയാണ് ഇതേപോലുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നത്. കാരണം അത്ര മനോഹരമായ പിക്ചറാണ്. കാരണം നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന ഒരു പിക്ചറാണ് ഇതൊക്കെ. നമ്മൾ വൈകുന്ന തോനെ സമയം പണിയെടുത്തിട്ടാണ്, പക്ഷേ അല്ല, വെറും 25 മിനിറ്റ് പോലും എനിക്കെടുത്തില്ല. പെയിൻറ്റ് മിക്സ് ചെയ്യുന്നതൊക്കെ സമയം മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് അടുത്ത പെൻസിലിൻ്റെ ബാക്ക് വശത്ത് വെച്ചിട്ട് അടുത്ത കളർ, അതായത് ബ്ലൂ കളറും യെല്ലോ കളറും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചില്ലയോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മൾ ലെവൽ നോക്കി വേണം ചെയ്യേണ്ടത്. നിങ്ങളുടെ കയ്യിൽ പെൻസിലിൻ്റെ അടിഭാഗത്ത് റബ്ബർ ഉള്ളതാണെങ്കിൽ അത് വളരെ ഈസിയാണ് കേട്ടോ ചെയ്യാൻ. അതാകുമ്പോൾ പെട്ടെന്ന് ഇതാവുകയും ചെയ്യും പെയിൻറ്റ്. പക്ഷെ അത് എന്താണെന്ന് എനിക്ക് ഇത് കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തിട്ട് റൗണ്ടാക്കി കൊടുക്കുന്നത്. എൻ്റെ കൈകളുടെ ഭംഗിയൊന്നും നോക്കണ്ട, കാരണം പെയിൻറ്റ് പണിയാകുമ്പോൾ നല്ലോണം പെയിൻറ്റൊക്കെ കൈകളിൽ പറ്റും. കൂടുതലും നമ്മൾ അതിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് വളരെ ചീത്തയായി തന്നെ പോവും. പിന്നെ നമുക്ക് വൈറ്റ് കളർ വെച്ചിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കാം. അതാണ് ഈ ബ്ലൂ കളറിൻ്റെ അകത്ത് വൈറ്റ് കളർ വരുന്ന ആ റൗണ്ട് വരുമ്പോഴത്തേക്ക് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ തന്നെ. അങ്ങനെ നമുക്ക് അതിനകത്ത് മൊത്തവും ഡോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഡോട്ട് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ചെറിയ ചെറിയ ഡോട്ടുകൾ ഇട്ട് കൊടുത്ത് അകന്ന് വേണം ഇട്ട് കൊടുക്കുവാൻ. അന്നേരം ആകുമ്പോഴേ അതിൻ്റെ ഭംഗി പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉള്ളൂ. ഭംഗി വരികയും കൂടാതെ തന്നെ നിങ്ങൾക്കൊരു പ്രത്യേക, നിങ്ങളെന്തോ ചെയ്ത് വലിയ ആളായെന്നുള്ളൊരു ചിന്ത വരെ നിങ്ങൾക്ക് വരും. കാരണം അത്രമാത്രം നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ വന്ന് കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. വളരെ ഈസിയാണ്, കൂടാതെ തന്നെ മനോഹരമാണ് ഈ ഒരു ബോട്ടിൽ ആർട്ട് നിങ്ങൾക്ക് ചെയ്ത് കഴിയുമ്പോൾ. അടുത്ത കളർ ഞാൻ സ്കൈ ബ്ലൂ കളറാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ ഡോട്ട് തന്നെ നമ്മുടെ പെൻസിലിൻ്റെ ഇറേസറിൻ്റെ ബാക്ക് ഭാഗത്ത് വെച്ചാണ് ചെയ്യുന്നത്. അത് ഞാൻ ഇതുപോലെ ചെയ്യുകയാണ്. പെൻസിൽ ബാക്ക് വശം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതങ്ങനെ 4 ഡോട്ട് ഇട്ടിട്ട് അത് ഞാൻ പിന്നെ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ തന്നെ ഞാൻ പിന്നെയും അതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. അത് കുറച്ച് ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് എടുക്കുന്നത്. നമുക്കൊരു മോഡൽ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇതേപോലെ തന്നെ ഡോട്ട് ഇട്ട മോഡൽ തന്നെയാണ്, പ്രത്യേകിച്ച് വേറെ ഒന്നുമല്ല. അങ്ങനെ അതും കൂടി നമുക്ക് നല്ല മനോഹരമായിട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഡോട്ട് ഇട്ട കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേ അതിനനുസരിച്ച് വേണം നിങ്ങളുടെ മറ്റുള്ള കളർ സെലക്ട് ചെയ്യുമ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള രീതി വേണം. നമ്മൾ നേരത്തെ ഒരു ബഡ്സിനകത്ത് കുറച്ച് പെയിൻറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചില്ലയോ, അത് വെച്ചിട്ടാണ് ചെറിയ ചെറിയ ഡോട്ടുകൾ, അതായത് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ബഡ്സിനെക്കാട്ടിലും നോർമൽ ഡോട്ടുകളാണ് ഇട്ട് കൊടുക്കുന്നത്. അതങ്ങനെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളർ, നിങ്ങളുടെ സെലക്ട് ആയിട്ടുള്ള കളർ ചെയ്യുമ്പോൾ മറ്റുള്ള നിങ്ങൾ ചെയ്യുന്ന കളറുമായിട്ടൊരു മാച്ചിങ് വന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന വർക്കിനൊരു ഫിനിഷിങ് വരാറുള്ളൂ. അടുത്ത ചെയ്യാൻ പോകുന്നത് അതിൻ്റെ അടുത്ത വലിയൊരു ഡോട്ട് തന്നെ നമ്മൾ ചെയ്യുകയാണ്. അതും ഈ പെൻസിലിൻ്റെ ബാക്ക് ഭാഗം വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ലെവൽ പിടിച്ചിട്ട് വേണം ചെയ്യേണ്ടത്. കാരണം നമ്മുടെ ആ ഒരു ലെവൽ കറക്റ്റ് അല്ല എങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം വെറുതെ വെള്ളത്തിലായി പോകാനുള്ള വളരെ ചാൻസ് കൂടുതലാണ്. നമുക്ക് ആ ഒരു റൗണ്ട് ആദ്യമേ ലെവൽ ചെയ്തിട്ട് നമുക്ക് ബാക്കി അതിൻ്റെ ചുറ്റിനുമുള്ള റൗണ്ട് ചെയ്തെടുക്കാം. അങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ ഇതേപോലൊരു ഇംഗ്ലീഷ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. നല്ല വ്യൂവേഴ്സാണ് അതിനെ കിട്ടിയേക്കുന്നത്. കാരണം അത്രമാത്രം ഭംഗിയോടുകൂടിയാണ് ചെയ്തേക്കുന്നതും. ഞാൻ അങ്ങനെ നമുക്കത് മൊത്തം ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, താഴ്ഭാഗത്ത് അതായത് താഴോട്ട് ചെയ്യുന്നതനുസരിച്ച് പെയിൻറ്റ് താഴെ പറ്റാതായിട്ട് സൂക്ഷിക്കണം. അടുത്തതാണ് നമ്മൾ ഗ്രീൻ കളറിലെ ഡോട്ടാണ് നമ്മൾ നേരത്തെ ചെയ്ത ബ്ലൂ കളറിനകത്തോട്ട് ചെയ്യുന്നത്. നമ്മൾ താഴത്തോട്ട് പോകുന്നതിനനുസരിച്ച് കുറച്ച് ശ്രദ്ധ വേണം, അല്ലെങ്കിൽ എല്ലാം കയ്യിൽ നിന്ന് പോകും. അന്നേരത്തേക്ക് ഉണങ്ങും. ഓൾറെഡി നമ്മൾ ഫാൻ ഇടുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ ചെയ്യുന്നതനുസരിച്ച് ഉണങ്ങി പോകും. കാരണം നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള പെയിൻറ്റിങ് അല്ലയോ ചെയ്യുന്നത്. അതിനാൽ നമ്മളങ്ങനെ അതുകൊണ്ട് ഗ്രീൻ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ബ്ലൂ കളർ ഗ്രീൻ ഡോട്ട് വരുമ്പോൾ വളരെ നല്ലൊരു ഭംഗിയാണ്. പിന്നെ നമ്മൾ ബ്ലൂ കളറും റോസ് കളറും മിക്സ് ചെയ്തിട്ട് വേറൊരു കളറ് കോമ്പിനേഷൻ ഞാൻ ചെയ്തെടുത്ത് അതും ഇതിലേക്ക് ഞാൻ ചെയ്യുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, എന്താണ്ട ബ്ലൂവും റോസ് കളറുടെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ പ്രത്യേകം വേറൊരു കളറായിട്ട് വരികയും അതൊരു പ്രത്യേക അട്രാക്ഷനായിട്ട് മാറാവുന്നതുമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ കളർ കോമ്പിനേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല ശ്രദ്ധയോടെ ചെയ്യുകയാണെങ്കിൽ
നിങ്ങൾക്കൊരു മാച്ചിങ് കോമ്പിനേഷൻ കളറൊക്കെ ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതേപോലെ തന്നെ നമ്മുടെ ഗ്രീൻ ഡോട്ട് ഇട്ടിട്ട് അതിനെയും നമ്മൾ ചെയ്തെടുക്കുകയാണ്, ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് ഈ റൗണ്ട് ചുറ്റി പോയി കഴിയുമ്പോൾ ബോട്ടിലൊരു ഫുള്ളും റൗണ്ട് മയം കൊണ്ട് നല്ലൊരു മനോഹരമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ ഡോട്ട് വർക്ക് നമുക്ക് ക്ലാസ്സിനകത്തും ചെയ്യാം. നമ്മൾ പെർമനൻ്റ് ഉപയോഗിക്കുന്ന ക്ലാസ് ഇല്ലയോ, പെർമനൻ്റ് ഉപയോഗിക്കുന്ന ക്ലാസ്സിലും നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഗ്രീൻ ഡോട്ട് ബഡ്സ് ഉപയോഗിച്ചിട്ട് 2 വെച്ച് ഡോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അത് എല്ലാം റൗണ്ടിൻ്റെയും നമ്മൾ ചെയ്ത റൗണ്ടിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ പെൻസിലിൻ്റെ അടിഭാഗം വെച്ചിട്ട് ഇതേപോലെ ഒരു നോർമൽ റൗണ്ടും കൂടി നമ്മൾ ചെയ്യുകയാണ് ബോട്ടിലിൻ്റെ എല്ലാ ഭാഗത്തേക്കും. അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന നേരത്തെ വർക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെറും എനിക്കൊരു 25 മിനിറ്റ് മാത്രം, 25 എന്ന് പറയാൻ പറ്റില്ല, മാക്സിമം കുറച്ച് നേരം ഞാൻ ഡ്രൈ ആവാനൊക്കെ വേണ്ടി ശ്രമിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഒരു 20 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. വെറും 20 മിനിറ്റ് മാത്രം മതി. വീട്ടമ്മമാരാണെങ്കിലൊക്കെ 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു വർക്ക് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് അങ്ങനെ അത് മൊത്തം ഡോട്ട് ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കാം. അടുത്ത ഓരോ സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ തോറും നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും പല കളർ കൊടുത്തിട്ട് അടുത്ത ഓരോ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് റൗണ്ട് വെച്ച് കൊടുത്ത് അതിനെ ഫ്ലവറാക്കി നമ്മൾ മാറ്റുകയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ഈ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളുടെ മുകൾ ഭാഗത്ത് ഇതേപോലുള്ള റൗണ്ട് പെയിൻറ്റിങ് ഒക്കെ ചെയ്യാറുണ്ട്. അത് ജീവിതകാലം മൊത്തം നിലനിൽക്കുന്ന രീതിയിലുള്ള പെയിൻറ്റിങ് ആണ് ചെയ്യുന്നത്. അത് വളരെയധികം മനോഹരമായിട്ടുള്ള പെയിൻറ്റിങ് ഒക്കെയാണ്. ഇതേ രീതിയിൽ റൗണ്ട് ചെയ്ത് ഫാനിൻ്റെ ചുറ്റിനും ഇതേപോലുള്ള ഒരു രീതിയിൽ ഷേപ്പായിട്ട് മാറും. അത് പിന്നെ നല്ല ഭംഗിയാണ് കാണാൻ തന്നെയും. അതേപോലെ നമുക്ക് ഈ ബോട്ടിൽ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബോട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് അത്രമാത്രം ഭംഗി നമുക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇത് തന്നെ നിങ്ങളുടെ ഏതെങ്കിലും, അതായത് ഭിത്തിയിൽ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ശ്രദ്ധ വെച്ചിട്ട് അവിടെയും ഇതേപോലുള്ള പെയിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ബോട്ടിലെല്ലാം കംപ്ലീറ്റായി. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഞാൻ ഇതിൻ്റെ മുകളിലൊന്നും ഭിത്തിയിൽ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ശ്രദ്ധ വെച്ചിട്ട് അവിടെയും ഇതേപോലുള്ള പെയിൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയും കൂടി ചെയ്യണം. അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. എൻ്റെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തിയാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് വരികയുള്ളൂ. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ